ഗൈസ്, ഇനി നമുക്ക് ലാഷസിലോട്ട് കിടക്കാം. അതിന് മുമ്പ് ഇവിടെ ഇത്തിരി ലൈറ്റിംഗ് ഷെയ്ഡ് കൊടുക്കാൻ ഞാൻ മറന്നുപോയി. കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് ഐലാഷസിലോട്ട് കിടക്കാം. ഐലാഷസിലോട്ടും ഐബ്രോസിലോട്ടും. ഐബ്രോസ് കുഴപ്പമില്ല, പക്ഷേ ഐലാഷസ് എനിക്കിഷ്ടമല്ല, ഇത്തിരി പാടാണ്. ഐലാഷസ് ഇത്തിരി കൂടിയോ എന്ന് ചെറിയ സംശയം ഗൈസ്. എനിക്ക് ഐലാഷസ് വരയ്ക്കാൻ അത്ര നന്നായിട്ട് അറിയില്ല. മുകളിലത്തെ ഇത്തിരി കൊള്ളായിട്ടുണ്ട്. ഇത് കുഴപ്പമില്ലല്ലോ. ഐബ്രോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം അത് ഭയങ്കര ഈസിയാണ് വരയ്ക്കാനായിട്ട്. ഇപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് നോസ് വരയ്ക്കാം. നോസ് ഇവിടെ നടുക്ക് ഇത്തിരി ബ്ലെൻഡ് പോലെയാണ് കിടക്കുന്നത്. അത് ഇത്തിരി ചെറിയ പോലെ പാടാണ്. അയ്യോ, ഇനി ഞാൻ ലിപ്സിലിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസിൻ്റെ സ്കിൻ ടോൺ കൂടെ കൊടുക്കാൻ പോകുന്നത്.
ഗൈസ് നമുക്ക് ഈ ലിപ്സിന് എനിക്ക് വരയ്ക്കാനായിട്ട് ഷെയ്ഡ് ചെയ്യാനായിട്ട് അറിയില്ല. അത് മാത്രമല്ല അത് ഇത്തിരി പാടാണ്. അതിൻ്റെ ട്രിക്സൊക്കെ യൂട്യൂബിൽ നോക്കി പഠിക്കേണ്ടി വരും. നമ്മൾ ഡാർക്കിൽ നിന്ന് ലൈറ്റിലോട്ടാണ് ഞാൻ കൊണ്ടുവരാൻ നോക്കുന്നത്. പക്ഷേ അത് ലൈറ്റ് ആവുന്നുണ്ട്. പക്ഷേ ലൈൻ മാത്രമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ബ്ലെൻഡ് ആക്കണമെങ്കിൽ ചിലപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ബ്ലെൻഡ് ആക്കാനായിട്ട്. അതായത് മറ്റേ വീഡിയോ നോക്കി ചെയ്യാൻ വിചാരിച്ചത് വേണ്ടെന്ന് വിചാരിച്ച്. ഡാർക്കിനായിട്ട് ഈ പെൻസിലായിട്ട് കാണുന്നു. വരച്ചത് ഭംഗി ഉണ്ടാവില്ല. പക്ഷെ ഞാനിപ്പോൾ ഈ ലൈൻസ് വരച്ച സ്ഥലത്ത് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കൊള്ളാട്ടോ. ഇപ്പോൾ ഞാൻ ലിപ്സ് വരയ്ക്കാൻ പഠിച്ചത്. ഇതാണ് നമ്മൾ സംഭവങ്ങളൊക്കെ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ സ്കിൻ ടോണിലോട്ടാണ് കിടക്കാൻ പോകുന്നത്. സ്കിൻ ടോണാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്. ഇതിനകത്ത് എല്ലാത്തിലും സ്കിൻ ടോണിന് ഞാൻ ഈ പെൻസിൽ എടുക്കുന്നത്. കാരണം ലൈറ്റ് ഷെയ്ഡുകളുണ്ട്. ലൈറ്റ് പിന്നെ ഡാർക്ക് നമുക്ക് കൊടുക്കാം. പക്ഷെ ലൈറ്റ് ആ പെൻസിൽ ലൈറ്റായിട്ട് പിടിച്ചാലും ലൈറ്റ് ആവില്ല. നമുക്ക് അങ്ങനെ കൊടുക്കാം. നമുക്ക് സ്കിൻ ടോൺ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. പക്ഷെ അത് ലൈറ്റ് ആയാൽ മാത്രമേ ഉള്ളൂ. ഞാൻ മുടിയുടെ സൈഡിലൊക്കെ നല്ല ഡാർക്കായിട്ടാണ് ടൈസ് കൊടുക്കാൻ പോകുന്നത്. ഞാനിവിടെ ഈ ഔട്ട്ലൈൻ പോലെ സ്ഥലങ്ങളില്ലേ അവിടെ ഇത്തിരി ഡാർക്കായിട്ട് കൊടുത്തിട്ട് നമ്മൾ കയറി നടുക്കിലോട്ട് വരുമ്പോൾ നമ്മൾ ബ്ലെൻഡാക്കി കൊടുക്കും. ഇപ്പോൾ രാത്രി ഏകദേശം നേരത്തെ തുടങ്ങി കുറേ നേരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല ഇത് ഇത്തിരി പാടുമാണ് വരയ്ക്കാനായിട്ട്. ഹെയർ ടൈപ്പാണ്. ഹെയറിൻ്റെ ഉള്ളതാണ് ഏറ്റവും പാട്. അതായിരിക്കും വരയ്ക്കാൻ പറ്റില്ല. ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാടാണ് വരയ്ക്കാൻ. പിന്നെ നമ്മൾ അതിവിടെ വരച്ചേക്കുന്ന ലൈനില്ലേ അത് നമ്മൾ ബ്ലെൻഡ് ആക്കി കൊടുക്കും. പക്ഷെ നമ്മളിപ്പോൾ അത് മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ലൈൻ കൂട്ടിയിട്ടിട്ടുണ്ട്. ഡാർക്ക്നെസ് കൂട്ടിയിട്ടിട്ടുണ്ട് അതിൻ്റെ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡാർക്ക്നെസ് അതിൻ്റെ കളയാം കേട്ടോ. ഇനി ഞാനിത് ലൈറ്റ് ടോണിലോട്ടാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഞാനൊരു സംഭവം മറന്നു വിചാരിച്ചു. പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലായി. ഈ സംഭവം ഉണ്ടോ ഗൈസ്, നമ്മുടെ ഇവിടെ ഉള്ള സംഭവം ഞാനിവിടെ മറന്നുപോയി. പക്ഷെ ഇപ്പം അത് ആ ചുണ്ടിൻ്റെ കളർ അടിച്ച് അതിൽ കൂടെ ഷെയ്ഡ് ചെയ്യാൻ വന്നത് മനസ്സിലായി. മറന്നു പോയിക്കായിരുന്നു.
ഈ ചേച്ചിക്ക് താടി വെച്ച പോലെ ഇരിപ്പുണ്ട്. നമ്മൾ ചീക്സിലോട്ട് എത്താറായിട്ടോ. ചീക്സിലോട്ട് എത്തുമ്പോൾ നന്നായിട്ട് ലൈറ്റ് ആവണം, കാരണം അവിടെ ഹൈലൈറ്ററൊക്കെ ഇട്ട പോലെ ഇരിക്കാനായിട്ട്. ഇതിൻ്റെ മോനെ കണ്ടോ ഗൈസ്, ഇപ്പോൾ എൻ്റെ പോയിൻ്റ് ടിപ്പൊക്കെ പോയി. ഇനി മുടി ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞു, പക്ഷേ അവിടുത്തെ ലൈറ്റ്നിങ് പാർട്ടൊന്നും കൊടുത്തു കഴിഞ്ഞിട്ടില്ല. അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരും. പക്ഷേ ഒരു സാധനം കൂടി ഞാൻ പറഞ്ഞില്ലേ എക്സ്ട്രാ ഞാൻ ചെയ്യുന്നുണ്ട്, എന്നിട്ടാണ് ഞാൻ കാണിച്ചു തരാം. പോയി അവിടെ ആയില്ല ഭാഗ്യം. ഞാനിതൊന്ന് ബിറ്റ് ഡിഫറെൻ്റ് ആക്കിയിട്ടുണ്ട്. പടത്തിലുള്ള നേരത്തെ കാണിച്ചതൊന്നും അല്ലെന്നാണ് തോന്നുന്നു കേട്ടോ. ഇനി നമ്മൾ എക്സ്ട്രാസാണ് ചെയ്യാൻ പോകുന്നത്. മുടിയിലത്തെ നമ്മൾ ആദ്യം മുടി സ്മഡ്ജ് ചെയ്യുന്നുണ്ട് ഞാൻ. അത് വൈറ്റ് സ്പോട്ട് ചെറുതായിട്ടൊന്ന് ഡള്ളാവാൻ വേണ്ടിയിട്ടാണ്. ചില സ്ഥലത്തൊക്കെ ഞാൻ അങ്ങനെ സ്മഡ്ജ് ചെയ്യാണ്ടിട്ടിട്ടുണ്ട്, അതെന്താണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. നോക്കി ഗൈസ്, നമുക്കൊരിത്തിരി റബ്ബർ വെച്ചിട്ടുള്ള ചെറിയ പണിയുണ്ട്. അവിടെ ടാപ്പാണ് കൊടുക്കുന്നത്. ടാപ്പ് എന്നാൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇതിനകത്ത് പോയി ഗൈസ്. ഇനി നമുക്ക് എക്സ്ട്രാസിലോട്ട് വരാം. ഇനി ഞാനിവിടെ ചെറിയതായിട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ക്രോം ബുക്ക് വേണ്ട, നമുക്ക് ഇനി ഓഫ് ചെയ്ത് നോക്കാം. ക്രോം ബുക്ക് ഓഫ് ചെയ്ത് അയ്യോ മറന്നുപോയി. ഓഫ് ചെയ്യണേക്കാൾ മുമ്പ് ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയി. ഒന്നും കൂടി ഓണം വേണ്ടി വരും. ഞാൻ നേരത്തെ വരച്ച പാടത്തിനേക്കാൾ നന്നായിട്ട് ഇരിപ്പുണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞത്. നേരത്തെ വരച്ച ഡ്രാഫ്റ്റായിട്ട് ഞാൻ വരച്ചിരുന്നായിരുന്നു, പക്ഷേ നമ്മൾ ഷെയ്ഡിങ് ഒന്നും ചെയ്തില്ലായിരുന്നു, വെറുതെ ഡ്രാഫ്റ്റ് വരെ. പക്ഷെ അതൊട്ടും കൊള്ളില്ലായിരുന്നു. ഇപ്പോൾ എക്സ്ട്രാസിലോട്ട് കയറാം. എക്സ്ട്രാസ് ആഡ് ചെയ്തത് എങ്ങനെയായിരുന്നു പറയണേ. കഴിഞ്ഞ ഗൈസ്, നിങ്ങളിത് എങ്ങനെയാണെന്ന് പറയുന്നത്. പക്ഷേ അതിനോട് ഞാൻ ഒറിജിനൽ പിക്ചറും കൂടി എടുക്കട്ടെ. കുറേ നേരമായിട്ട് ഇന്ന് വയ്ക്കാൻ നോക്കും, പക്ഷേ ഇപ്പോഴാണ് സക്സസ്ഫുൾ ചെയ്ത്. ഐസ് എന്തായാലും പോയിട്ടുണ്ട് കേട്ടോ. ഐസിനെ കുറിച്ച് നിങ്ങൾ മിണ്ടി ചെയ്യരുത്. ഐസ് സക്സസ് ആയിട്ടില്ല.
ഇതല്ലല്ലോ പടം. ഇതാണ് ഞാൻ വരയ്ക്കാൻ നോക്കിയ പടം. നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റിൽ ഇടണം കേട്ടോ ഗൈസ്. ഇത് ഞാൻ വരച്ചതും വേറെ ഒറിജിനൽ പിക്ചറുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യണേ. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ വരയ്ക്കാൻ നോക്കിയ പടം. ഇതാണ് ഞാൻ വരച്ച പടം. ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഇതാണ് ഞാൻ യൂസ് ചെയ്ത ടൂൾസും. ഇതെങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണേ ഗൈസ്. എല്ലാവരും ഈ വീഡിയോയിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അത് മാത്രമല്ല, നിങ്ങൾ അടുത്ത എന്ത് പടം വരയ്ക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണേ. ഇത് ഇഷ്ടപ്പെട്ടോ ഒന്നും കൂടി ഒന്നും എന്തായാലും ഇട്ടോ കേട്ടോ. പക്ഷേ ഇത് അതുപോലെ തന്നെ ഇരിപ്പില്ല എന്തായാലും. ഉണ്ടോ ഗൈസ്? ഉണ്ടോ? ഇല്ല. ബൈ.